എന്താ പഠിച്ചത്? ഒരു ചോദ്യം കൊണ്ട് ചോദിച്ചോട്ടെ. നമ്മുടെ മലബാർ മാനുവൽ എഴുതിയ ആരാന്ന് അറിയോ? ഇല്ല. മലബാറിന്റെ ചരിത്രം എഴുതിയ മലബാർ മാനുവൽ ആരാണ് എഴുതിയെന്ന് എന്തെങ്കിലും ഒരു ഗസ് പറ്റുമോ? അഴലിന്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞുപോയി. എന്തായിരിക്കും അഴൽ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? 4 ക്ലൂ തരാം. ഓപ്ഷൻ എ സമുദ്രം, ഓപ്ഷൻ ബി ദുഃഖം, ഓപ്ഷൻ സി വെള്ളം, ഓപ്ഷൻ ഡി സന്തോഷം. സന്തോഷം. അഴലിന്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു പോയി. അവൻ കരഞ്ഞോണ്ടാ പാടുന്നത്. ദുഃഖം. മലബാർ മാനുവല് എഴുതിയതായിരുന്നു. എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? വെരി ഗുഡ്, കറക്റ്റ്. വില്യം ലോഗൻ കറക്റ്റ് ആൻസർ ആണ്. മലയാളത്തിൽ ആദ്യ ചെറുകഥ ഏതാണെന്നറിയോ? ഇവിടെ നിപ്പുണ്ട് എൻസൈക്ലോപീഡിയ. ഞാൻ വേറൊരു സിമ്പിൾ ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത്. അഴലിന്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞുപോയി ഒരു പാട്ടുണ്ട് പൃഥ്വിരാജിന്റെ, അയാളും ഞാനും തമ്മിൽ സിനിമയില്. എന്തായിരിക്കും അഴല്? അഴലിന്റെ ആഴങ്ങളിൽ ദുഃഖം. വെരി ഗുഡ്. കൂട്ടുകാരൻ കയറി പോകും കേട്ടോ അപ്പൊ PSCയിലേക്ക്. ആണല്ലേ? ഓക്കെ, അപ്പോ അതും ഓക്കെ ആയി. ഈ സഖാവ് എന്ന് നമ്മൾ പ്രയോഗിക്കത്തില്ലേ, സഖാവ്, അത് ആക്ച്വലി പുല്ലിംഗമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു സ്ത്രീയെ നമ്മൾ എന്തായിരിക്കും പറയുന്നത്? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. കരി എന്ന് പറഞ്ഞ ഏത് മൃഗമാണെന്ന് അറിയാമോ? വലിയ മൃഗ. കരിവീരൻ, കരി, ആന. ഗുഡ്. കരി, ആന. വെരി ഗുഡ്. നമ്മുടെ മലബാറിന്റെ ചരിത്രത്തെ കുറിച്ച് പഠനം നടത്തി മലബാർ മാനുവൽ എന്ന് പറഞ്ഞ ഒരു കൃതി. എവിടെ? എൻസൈക്ലോപീഡിയ ആണ് കേട്ടോ. ഫ്രണ്ടാണോ? PSC ടെസ്റ്റ് ഒക്കെ എഴുതാറുണ്ടോ? എഴുതണോ? ഓക്കെ, ഇനി ഒരു ചോദ്യം ചോദിക്കട്ടെ. മലയാളത്തിൽ ആദ്യത്തെ ചെറുകഥ ഏതാന്നറിയോ? എന്താ പഠിച്ചത്? എന്തിനാ പഠിച്ചതെന്നല്ല, മലയാളം ടീച്ചറാണ്. എന്നെ അങ്ങ് കൊല്ല്. ഒരു മലയാളം ടീച്ചറിനോടാണല്ലേ എന്ന് പറഞ്ഞ 1-2 കാര്യങ്ങളൂടെ. നമ്മുടെ പൃഥ്വിരാജിന്റെ ഒരു സിനിമയില്ലേ, അയാളും ഞാനും തമ്മില്, അതില് സമൃദ്ധയെ നഷ്ടപ്പെടുമ്പം പൃഥ്വിരാജ് പാടുന്ന ഒരു പാട്ടുണ്ട്, അഴലിന്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞുപോയി. എന്നായിരിക്കും അഴൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദുഃഖം. വെരി ഗുഡ്. PSC ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യത്തിനാണ് ടീച്ചർ ഇവിടെ മറുപടി പറഞ്ഞിരിക്കുന്നത്. വെരി ഗുഡ് കേട്ടോ. ആദ്യം ചോദിച്ചപ്പോ എന്താന്നും പറയത്തെ, എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മള് ടീച്ചർമാരുടെ. അതെ അതെ. നമ്മൾ സഖാവ് എന്ന് പറയത്തില്ലേ, സാധാരണ പുരുഷനെയാണ് സഖാവ് എന്ന് പറയുന്നത്. സഖാവിന്റെ സ്ത്രീലിംഗം എന്താണെന്ന് അറിയാമോ? സഖി. എന്റെ ചോദ്യം തീർന്നു. വെരി ഗുഡ്. എല്ലാത്തിനും കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞത്. അപ്പോ സമ്മാനം എടുത്തില്ല എന്നുള്ളതാണ് അങ്ങനെ വസ്തുത. ശൈലത്തെ കുറിച്ച് വല്ലതും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. നമ്മുടെ ഈ മലബാറിന്റെ ചരിത്രത്തെ കുറിച്ച് സഹായിക്കാൻ കേട്ടോ നിങ്ങൾക്ക്. മലബാറിന്റെ ചരിത്രത്തെ കുറിച്ച് ഒരു ചരിത്ര ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അതായത് മലബാർ മാനുവൽ. ഇത് എഴുതിയത് ആരാണെന്ന് പറയാമോ? മലബാർ മാനുവൽ എഴുതിയത് ആരാണ്? വില്യം ലോഗൻ. കറക്റ്റ്. സഖാവ് എന്ന് പറയുമല്ലോ, സഖാവ്. സാധാരണ പുരുഷനെയാണ് സഖാവ് എന്ന പദം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിന്റെ സ്ത്രീലിംഗം എന്തായിരിക്കും എന്നുള്ളതാണ്. സഖാവ് ഉണ്ട്. ഞാനൊരു 2-3 ഓപ്ഷൻ പറയാം. സഖാവിനി, സഖാവിണി, സഖി, സഖി. റൈറ്റ് ആൻസർ, കറക്റ്റ്. ഈ ഒരു തിരക്ക് പിടിച്ച ഔദ്യോഗിക ജീവിതത്തിനിടയിലും ഇത്രയും കാര്യങ്ങൾ വീണ്ടും ഓർത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ സർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ.